നമസ്കാരം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് പവി കെയർടേക്കർ എന്ന് പറയുന്ന ദിലീപ് ചിത്രത്തിന്റെ 3 ദിവസത്തെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ദിലീപ് ചിത്രത്തിന് വളരെയധികം പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുകയും തിയേറ്റർ റെസ്പോൺസും എല്ലാം തന്നെ നല്ല രീതിയിൽ കിട്ടുകയും ചെയ്തിട്ടും ആ സിനിമയ്ക്ക് കളക്ഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യ ദിവസം മുതൽ തന്നെ വലിയ കാര്യമായിട്ടുള്ള ഉയർച്ചയൊന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയിട്ട് പോലും ആദ്യ ദിവസം ചിത്രത്തിന് കേരളത്തിൽ നിന്ന് നേടാൻ സാധിച്ചത് 1,05,00,000 രൂപ മാത്രമാണ്. രണ്ടാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച കളക്ഷൻ കൂടേണ്ട ദിവസമാണ്. പക്ഷെ അവിടെയും വലിയ കാര്യമായിട്ടുള്ള ഉയർച്ചയൊന്നും സിനിമയ്ക്ക് കിട്ടിയിരുന്നില്ല. അവിടെ നിന്ന് രണ്ടാം ദിവസം ശനിയാഴ്ച കിട്ടിയിരിക്കുന്നത് 1,15,00,000 രൂപയാണ്. മൂന്നാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച സാധാരണ എല്ലാ സിനിമകളുടെയും കളക്ഷൻ ഏകദേശം റിലീസ് ദിവസത്തിനേക്കാൾ വളരെയധികം മുന്നോട്ട് പോകുന്ന ആ ഒരു ദിവസം പോലും ഈ ചിത്രത്തിന് കേരളത്തിൽ നിന്ന് ആകെ നേടിയെടുക്കാൻ സാധിച്ചത് 1,30,00,000 രൂപ മാത്രമാണ്. 3 ദിവസങ്ങൾ പിന്നിടുന്ന സമയത്ത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ദിലീപ് ചിത്രമായിട്ടുള്ള പവി ദ കെയർടേക്കർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ആകെ ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചത് 3,50,00,000 രൂപ മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ യുവതാരങ്ങൾക്ക് പോലും ഇതിനേക്കാൾ മികച്ച കളക്ഷൻ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ഈ ഒരു അവസരത്തിൽ ദിലീപിന്റെ സിനിമകൾക്ക് ഇത്രയധികം കളക്ഷൻ കുറയാനുള്ള കാരണം അദ്ദേഹത്തിന്റെ ജനപിന്തുണ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ജനപ്രിയൻ എന്ന് സ്വയം വിളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് ഇത് മനസ്സിലാക്കിയെടുക്കുന്നത്. ഇനിയും നല്ല നല്ല സിനിമകൾ ഇതുപോലെ 2-3 കൂടി വന്നാൽ മാത്രമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പഴയ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിന്റെ ഒരു പകുതിയെങ്കിലും എത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിപ്പോ വളരെ കുറവ് തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒക്യുപ്പൻസിയുടെ കാര്യത്തിൽ നോക്കുമ്പോഴും ഒരു ശരാശരി ഒക്യുപ്പൻസി തന്നെയാണ് കാണുന്നത്. പ്രധാനപ്പെട്ട സെന്ററുകളിലെല്ലാം ഇന്നലെയും ഒക്കെ നൈറ്റ് ഷോസ് എല്ലാം തന്നെ ഹൗസ്ഫുൾ ആയിട്ട് ഓടുന്നതുമുണ്ടായിരുന്നു. ഇന്നത്തെ കാര്യം ഇതുവരെ ഹൗസ്ഫുൾ ഷോസ് ഒന്നും കാണാൻ സാധിച്ചില്ല എന്നുള്ളതും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. ഇത് കേരളത്തിലെ കണക്ക് മാത്രമാണ് ഈ 3.5 കോടി രൂപ എന്ന് പറയുന്നത്. GCCയിലെ കണക്ക് കൂടി വരുമ്പോൾ കുറച്ചുകൂടി ഉയർന്നേക്കാം. പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളും ഇത്ര വലിയ ഒരു പോസിറ്റീവായിട്ട് ഉള്ള സംഭവമല്ല. അതായത് ചിത്രം മോശമാണ് എന്നുള്ള അഭിപ്രായമല്ല അവിടെ നിന്ന് വരുന്നത്. കളക്ഷന്റെ കാര്യത്തിൽ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. ഒരുപക്ഷെ അതുകൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ ആഗോളതലത്തിൽ ഈ സിനിമ ഇതുവരെ ഏകദേശം ഒരു 5 കോടി മുതൽ 5.5 കോടി രൂപ വരെ കിട്ടിയിട്ടുണ്ടാകാം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. പൊതുവെ മറ്റ് ഇതിനു മുമ്പ് ഇറങ്ങിയ 2 സിനിമകളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഈ ചിത്രത്തിന് ബഡ്ജറ്റ് ഒരു അല്പം കുറവായതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരു പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. മറ്റ് 2 സിനിമകളുടെയും ഫൈനൽ കളക്ഷൻ എന്ന് പറയുന്നത് ബാന്ദ്രയുടെ ഫൈനൽ കളക്ഷൻ എന്ന് പറയുന്നത് 3,80,00,000 മറ്റേ തങ്കമണിയുടെ ഫൈനൽ കളക്ഷൻ എന്ന് പറയുന്നത് 3,60,00,000 മറ്റുമാണ്. ഏതായാലും ആ ഒരു ഫൈനൽ കളക്ഷനിലേക്ക് എത്താനായിട്ട് ഈ സിനിമയ്ക്ക് 3 ദിവസം മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടി ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ എന്ന് വേണം മനസ്സിലാക്കാൻ. എങ്ങനെയാണ് സിനിമയുടെ ഫൈനൽ കളക്ഷൻ വരുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്ത് തന്നെയാലും വലിയ ദൂരത്തേക്കൊന്നും കളക്ഷൻ പോവില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്.